ലോകം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട നാളുകളിലൂടെ കടന്നു പോവുകയാണ്. എവിടെയും ഭീതിയും പട്ടിണിയും കുഴപ്പങ്ങളും മാത്രം. കള്ളപ്രവാചകനായ ദജ്ജാൽ തൻ്റെ പരീക്ഷണങ്ങളുമായി ഭൂമിയെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസികൾക്ക് ഭൂമിയിൽ ഒരിടത്തും അഭയമില്ലാത്ത അവസ്ഥ. മക്കയും മദീനയും ഒഴികെ ലോകത്തിന്റെ സകല കോണുകളിലും ദജ്ജാൽ തൻ്റെ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന ഒരു പിടി വിശ്വാസികൾ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ സിറിയയിലെ ദമസ്കസിലുള്ള ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പുറത്ത് ദജ്ജാലും അവന്റെ കൂറ്റൻ സൈന്യവും പള്ളിയെ വളഞ്ഞിരിക്കുന്നു. ആയുധബലം കൊണ്ടോ ആൾബലം കൊണ്ടോ അവരെ തോൽപ്പിക്കുക അസാധ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ അള്ളാഹുവിന്റെ സഹായത്തിനായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ നിമിഷം, അതൊരു സുബഹി നിസ്കാരത്തിന്റെ സമയമാണ്. ആകാശത്ത് പെട്ടെന്നൊരു മാറ്റം സംഭവിക്കുന്നു. ദമാസ്കസിലെ പള്ളിയുടെ കിഴക്കേ ഭാഗത്തുള്ള വെള്ള ഗോപുരത്തിനു മുകളിൽ സ്വർഗീയമായ ഒരു പ്രകാശം വെളിപ്പെടുന്നു. പള്ളിയിലുള്ളവർ അത്ഭുതത്തോടെ നോക്കുമ്പോൾ രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈകൾ വെച്ച് ഗാംഭീര്യത്തോടെ ഒരാൾ താഴേക്ക് ഇറങ്ങി വരുന്നു. മഞ്ഞ കലർന്ന രണ്ട് വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരനായ ഒരു മനുഷ്യൻ. ഈർപ്പമുള്ള അവിടുത്തെ തലമുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ മുത്തുകൾ പോലെ ചിതറി വീഴുന്നുണ്ട്. അത് മറ്റാരുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുൻപ് അള്ളാഹു ആകാശത്തേക്കുയർത്തിയ ഈസാ നബി അലൈഹിസ്സലാം ആയിരുന്നു അത്. സമാധാനത്തിന്റെ ദൂതനായി അദ്ദേഹം വീണ്ടും ഭൂമിയിൽ പാദങ്ങൾ അമർത്തുന്നു. അദ്ദേഹം പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ഈസാ നബിയെ തിരിച്ചറിഞ്ഞ വിശ്വാസികൾ ആവേശഭരിതരാകുന്നു. നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കുന്ന സമയമാണത്. മുസ്ലിങ്ങളുടെ അന്നത്തെ നേതാവായ ഇമാം മഹദി ഈസാ നബിയോടുള്ള ബഹുമാന സൂചകമായി നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. എന്നാൽ ശാന്തമായ സ്വരത്തിൽ ഈസാ നബി അത് നിരസിച്ചുകൊണ്ട് പറയും, വേണ്ട, നിങ്ങൾ തന്നെ ഇമാമായി നിൽക്കുക. ഇത് ഈ സമുദായത്തിന് അള്ളാഹു നൽകിയ ആദരവാണ്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സാധാരണ വിശ്വാസിയെ പോലെ ഇമാം മഹദിക്ക് പിന്നിൽ അണിനിരക്കുന്നു. ആ നിമിഷം ലോകത്തിന് ഒരു സന്ദേശം നൽകുകയായിരുന്നു. ഇത് സത്യത്തിന്റെയും ഐക്യത്തിന്റെയും സമയമാണ് എന്ന്. നിസ്കാരം കഴിഞ്ഞാലുടൻ ഈസാ നബി അലൈഹിസ്സലാം കൽപ്പിക്കും, ആ വാതിൽ തുറക്കൂ. പള്ളിയുടെ വാതിൽ തുറക്കപ്പെട്ടതും അതുവരെ അജയ്യനെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ദജ്ജാൽ ഞെട്ടിപ്പോകുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈസാ നബിയുടെ പരിശുദ്ധമായ മുഖത്തേക്ക് നോക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. ഈസാ നബിയുടെ ശ്വാസം ഏൽക്കുന്നിടത്തോളം ദൂരത്തുള്ള സത്യനിഷേധികൾ അപ്പോൾ തന്നെ വീണുപോകും. താൻ ദൈവമാണെന്ന് വാദിച്ചുകൊണ്ട് ലോകത്തെ വിറപ്പിച്ച ദജ്ജാൽ ഈസാ നബിയെ കണ്ട മാത്രയിൽ ഉപ്പ് വെള്ളത്തിൽ അലിയുന്നത് പോലെ ഉരുകാൻ തുടങ്ങുന്നു. ഭയചകിതനായ അവൻ തന്റെ സൈന്യത്തെ ഉപേക്ഷിച്ച് ഫലസ്തീനിന്റെ ഭാഗത്തേക്ക് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങും. എന്നാൽ ഈസാ നബി ശാന്തതയോടെ അവനെ പിന്തുടരുന്നു. തിന്മയുടെ അന്ത്യം കുറിക്കാൻ സമയമായെന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ഓടിത്തളർന്ന ദജ്ജാൽ ഫലസ്തീനിലെ ബാബ്ലുത്ത് എന്ന സ്ഥലത്തെത്തുന്നു. അവിടെ വെച്ച് ഈസാ നബി അവനെ പിടികൂടുന്നു. ലോകം മുഴുവൻ തന്റെ മായാജാലങ്ങൾ കൊണ്ട് കബളിപ്പിച്ച ദജ്ജാലിന് അള്ളാഹുവിന്റെ പ്രവാചകന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈസാ നബി തന്റെ കുന്തമുയർത്തി ദജ്ജാലിന് നേരെ എറിയുന്നു. അത് അവന്റെ ശരീരത്തിൽ തറക്കുന്നതോടെ ലോകത്തെ ഏറ്റവും വലിയ ഫിത്നക്ക് അന്ത്യമാകുന്നു. ദജ്ജാലിന്റെ രക്തം പുരണ്ട തന്റെ ആയുധം ഉയർത്തിപ്പിടിച്ച് ഈസാ നബി ലോകത്തോട് വിളിച്ചു പറയും, നോക്കൂ, ഇവനായിരുന്നു നിങ്ങളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ച കള്ളൻ. ഇത് കാണുന്നതോടെ ദജ്ജാലിന്റെ സൈന്യം ചിതറിയോടുന്നു. ദജ്ജാലിന്റെ അന്ത്യത്തോടെ ലോകം ഒരു വലിയ ദീർഘശ്വാസം വിടുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ദജ്ജാലിന്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ വിശ്വാസികളുടെ മുഖത്തെ കണ്ണുനീർ അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് തുടച്ചു മാറ്റുന്നു. സ്വർഗത്തിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ സ്ഥാനങ്ങളെക്കുറിച്ച് അദ്ദേഹം അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ദജ്ജാലിന്റെ അന്ത്യത്തോടെ ഭൂമിയിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും എന്നേക്കുമായി വിടവാങ്ങുന്നു. ഈസാ നബിയുടെ ഭരണത്തിൽ ലോകം ഒരു വലിയ കുടുംബമായി മാറുകയാണ്. യുദ്ധങ്ങൾ അവസാനിക്കുന്നു. ജനങ്ങളോട് അദ്ദേഹം പറയും, ഇനി ആയുധങ്ങളുടെ ആവശ്യമില്ല. വാളുകൾ മഴുക്കുകളായും കുന്തങ്ങൾ കാർഷിക ഉപകരണങ്ങളായും മാറ്റപ്പെടുന്നു.
രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ ഇല്ലാതാകുന്നു. പകരം സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയപ്പെടുന്നു. മനുഷ്യർക്കിടയിൽ ഒരാൾ പോലും മറ്റൊരാളോട് അസൂയയോ പകയോ വെച്ചു പുലർത്താത്ത ഒരു നിർമ്മലമായ കാലം അവിടെ ഉദിച്ചുയരുകയാണ്. ഭൂമി അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പുറത്തെടുക്കുന്ന നിമിഷങ്ങളാണത്. ആകാശത്തു നിന്ന് സമൃദ്ധമായി മഴ പെയ്യുന്നു. ഭൂമിയിൽ നിന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം സസ്യലതാദികൾ വളരുന്നു. നിങ്ങൾക്കറിയുമോ, ആ കാലത്ത് ഒരു സിംഹവും ഒട്ടകവും ഒരേ പുൽത്തകിടിയിൽ മേഞ്ഞു നടക്കും. ചെന്നായിയും ആടും ഒരുമിച്ച് വെള്ളം കുടിക്കും. പാമ്പുകൾക്കും തേളുകൾക്കും വിഷമുണ്ടാകില്ല. ഒരു കൊച്ചുകുട്ടി ഒരു രാജവെമ്പാലയുടെ കൂടെ കളിച്ചാൽ പോലും ആ പാമ്പ് കുട്ടിയെ ഉപദ്രവിക്കില്ല. പ്രകൃതിയിലെ എല്ലാ ജീവികളും പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുന്ന ഒരു അത്ഭുത ലോകമായി ഭൂമി മാറുന്നു. ഒരു മാതള നാരങ്ങ വിളവെടുത്താൽ അത് ഒരു വലിയ സംഘം ആളുകൾക്ക് വയറു നിറയെ കഴിക്കാൻ കഴിയും. ആ നാരങ്ങയുടെ തൊലിക്ക് താഴെ ഒരു കൂട്ടം ആളുകൾക്ക് തണൽ കൊള്ളാൻ സാധിക്കുമത്രേ. അത്രയും വലിയ അനുഗ്രഹങ്ങളാണ് അള്ളാഹു ഭൂമിയിൽ ചൊരിയുന്നത്. സാമ്പത്തികമായ ഒരു വേർതിരിവും അന്നുണ്ടാകില്ല. ഈസാ നബി സമ്പത്ത് വാരിക്കോരി നൽകും. ഒരാൾ തന്റെ കയ്യിലുള്ള സ്വർണവും പണവുമായി സദക്ക നൽകാൻ തെരുവിലിറങ്ങും. എന്നാൽ അദ്ദേഹം ഓരോ വീടിന്റെയും വാതിലിൽ മുട്ടുമ്പോൾ ഉള്ളിൽ നിന്ന് കിട്ടുന്ന മറുപടി ഇതായിരിക്കും: എനിക്കിതിന്റെ ആവശ്യമില്ല, അള്ളാഹു എനിക്ക് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്. സമ്പത്തിനു വേണ്ടി മനുഷ്യൻ പരസ്പരം കലഹിക്കാത്ത, ദരിദ്രനായി ഒരാൾ പോലും അവശേഷിക്കാത്ത ഒരു വിപ്ലവം അവിടെ സംഭവിക്കുന്നു. ആരാധനാലയങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകും. ഒരൊറ്റ സുജൂദ് ചെയ്യുന്നത് ഈ ദുനിയാവിനേക്കാളും അതിലുള്ള സകലതിനേക്കാളും വിലപ്പെട്ടതാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്ന കാലം. ഏകദേശം 40 വർഷം ഈസാ നബി അലൈഹിസ്സലാം നീതിയുള്ള ഒരു ഭരണാധികാരിയായി ഭൂമിയിൽ വസിക്കും. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ തണലിൽ ഒന്നാകും. ആ സമാധാന കാലത്തിന് ശേഷം അള്ളാഹു നിശ്ചയിച്ച സമയം എത്തുമ്പോൾ അദ്ദേഹം ഇഹലോകവാസം വെടിയും. മുസ്ലിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ജനാസ നിസ്കരിക്കുകയും ആദരവോടെ ഖബറടക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട പ്രവാചകന്റെ വേർപാടിൽ ലോകം തേങ്ങുമെങ്കിലും അദ്ദേഹം കാട്ടിക്കൊടുത്ത സമാധാനത്തിന്റെ ആ പാത ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ രേഖപ്പെടുത്തപ്പെടും. ഇതോടെ ഖിയാമത്ത് നാളിന് മുന്നോടിയായുള്ള ഒരു വലിയ അധ്യായം അവിടെ പൂർത്തിയാകുന്നു. ഈസാ നബി ലുദ്ദിലെ കവാടത്തിൽ വെച്ച് ദജ്ജാലിനെ വധിക്കുന്നതും അതിനുശേഷം ലോകത്തുണ്ടാകുന്ന സമാധാനത്തിന്റെ 40 വർഷങ്ങളും കേൾക്കുമ്പോൾ നമുക്കൊരു വലിയ പാഠം ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തിന്മ എത്ര വലിയ ശക്തിയായാലും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ അത് നിഷ്പ്രഭമാണ്. നമ്മൾ ഇന്ന് കണ്ടത് ഈ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ്. ഈ വീഡിയോയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ദജ്ജാലിന്റെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉറച്ച വിശ്വാസമല്ലാതെ മറ്റൊരു ആയുധവുമില്ല. പരീക്ഷണങ്ങൾ എത്ര കഠിനമായാലും അതിനുശേഷം വരുന്നത് സമാധാനത്തിന്റെ വലിയൊരു സുവർണ കാലമാണ്. ഇമാം മഹദിയും ഈസാ നബിയും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചു നിന്നതുപോലെ വിശ്വാസികളുടെ ഐക്യമാണ് ഏറ്റവും വലിയ വിജയം. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. ഈസാ നബിയുടെ കാലഘട്ടത്തിന് ശേഷം ലോകം എങ്ങനെയായിരിക്കും? ഖിയാമത്ത് നാളിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന മറ്റു വലിയ അടയാളങ്ങൾ ഏതൊക്കെയാണ്? വരുന്നത് എപ്പോഴാണ്? ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറയുന്ന ഈ പരമ്പരയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ ചാനലിൽ വരുന്നതാണ്. തുടർ ഭാഗങ്ങൾ കാണാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.